ഒരു 5 മണിക്ക് ശേഷം അത് കൃത്യമായി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ചില കാലതാമസം, എന്തെങ്കിലും ടെക്നിക്കൽ കാലതാമസം വന്നാൽ മാത്രമാണ് ഇത് പിന്നെയും വൈകാനുള്ള സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഒരു 5 മണിയോട് കൂടി തന്നെ ഇത് സാധാരണഗതിയിൽ ഇത് സൈറ്റിൽ, കോടതിയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഏതായാലും അത് പുറത്തു വരുന്നത് കൂടി തന്നെ ഏറ്റവും അധികം ആളുകൾ കാത്തിരിക്കുന്നു. പ്രത്യേകിച്ച് സർക്കാർ ഈ കേസിൽ 4 പ്രതികളെ വെറുതെ വിട്ടതിൽ, കുറ്റവിമുക്തരാക്കിയതിൽ അപ്പീൽ പോകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഇതിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ പ്രതികളെ കുറ്റവിമുക്തരാക്കിയതെന്ന് കൃത്യമായി പഠിച്ച ശേഷം, അല്ലെങ്കിൽ ഏതൊക്കെ തെളിവുകളാണ് കോടതിക്ക് മുമ്പിൽ നിലനിൽക്കാതെ പോയത്, ഏത് സാഹചര്യത്തിലാണ് ഈ പ്രതികൾക്ക് മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ, പ്രത്യേകിച്ച് ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ നിലനിൽക്കാതെ പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച ശേഷം അതിന് അപ്പുറത്തേക്കുന്ന, അല്ലെങ്കിൽ അതിന് കൃത്യമായ മറുപടികൾ ഹൈക്കോടതി ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അതിന് മുകളിൽ നിൽക്കുന്ന തെളിവുകൾ കൃത്യമായി നൽകേണ്ടി വരും അപ്പീലുമായി പോയാൽ. അപ്പോൾ അതിന് കൃത്യമായി ഈ വിധിപ്പകർപ്പ് വന്ന ശേഷം മാത്രമേ അതിന് പഠിക്കാൻ പറ്റുള്ളൂ. അതിജീവിതയുടെ അഭിഭാഷകയും പറഞ്ഞിരുന്നു അപ്പീലുമായി അവർ മുന്നോട്ട് പോകുമെന്ന്. അപ്പോൾ ഈ വിധിപ്പകർപ്പ് തന്നെയാണ് എല്ലാവരും, പ്രത്യേകിച്ച് ദിലീപിനെ ഏത് സാഹചര്യത്തിലാണ് വെറുതെ വിട്ട് നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും കോടതി ചില വ്യക്തിപരമായ തനിക്ക് നേരെ വരുന്ന അധിക്ഷേപങ്ങൾക്ക് കൂടി മറുപടി നൽകാനും ഇന്ന് ഈ വിധിയിന്മേലുള്ള വാദത്തിൽ, ശിക്ഷയിന്മേലുള്ള വാദത്തിൽ തയ്യാറായി എന്നത് ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ നിതിൻ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന ശിക്ഷ അത് പരമാവധി കുറച്ചു കൊണ്ടുവരാനാണ് പ്രതികൾ അവരുടെ പരാധീനതകളും പ്രയാസങ്ങളും ഒക്കെ കോടതിക്ക് മുമ്പാകെ ഇന്ന് അവതരിപ്പിച്ചത്. അപ്പോൾ ലഭിക്കാൻ സാധ്യതയുള്ള ശിക്ഷ പരമാവധി ഇപ്പോൾ പൾസർ സുനിക്ക് 20 വർഷം വരെ തടവോ ജീവപര്യന്തം വരെ കിട്ടാനോ ഉള്ള കുറ്റങ്ങൾ അവർക്ക് മേൽ ചാർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ മറ്റു പ്രതികൾക്കൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ശിക്ഷയെക്കുറിച്ചുള്ള പൊതു ധാരണ എന്താണ്? ഇതിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകണമെന്നാണ്, ജീവപര്യന്തം പ്രഖ്യാപിക്കണമെന്നാണ്. പക്ഷേ ഇതിൽ നിലവിൽ ചുമത്തപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ പ്രതികൾക്കും പരമാവധി 20 വർഷം വരെ, എല്ലാ പ്രതികൾക്കും ഒരേ കുറ്റം തന്നെയാണ്, ഒരേ വകുപ്പുകൾ തന്നെയാണ് എല്ലാ പ്രതികൾക്കും മേൽ ചുമത്തപ്പെട്ടിട്ടുള്ളത്. ഗൂഢാലോചന അല്ലെങ്കിൽ കൂട്ടബലാത്സംഗം അടക്കമുള്ള മാനഭംഗപ്പെടുത്തൽ അടക്കമുള്ള എല്ലാ വകുപ്പുകളും എല്ലാ പ്രതികളുടെ മേൽ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രതികൾക്കും സമാനമായ ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. 20 വർഷം വരെയാണ് പരമാവധി ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത കാണുന്നത്. അതിൽ തന്നെ ഒരുപക്ഷെ ഈ കോടതി 1-ാം പ്രതി മാത്രമാണല്ലോ പ്രധാന കുറ്റക്കാരൻ, മറ്റുള്ളവർ സഹായികളാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ള പ്രതികൾക്ക് കുറച്ച് ശിക്ഷ കിട്ടാനുള്ളൊരു സാഹചര്യവും ഒക്കെ ഉണ്ട്. അത് കോടതി വിധി വന്നാൽ മാത്രമേ നമുക്കത് കൃത്യമായി പറയാൻ സാധിക്കുള്ളൂ. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പല പ്രതികളും ദീർഘകാലം ജയിലിൽ റിമാൻഡ് പ്രതികളായി കടന്നിട്ടുള്ളവരാണ്. അതിൽ പൾസർ 7 വർഷത്തിലടക്കം റിമാൻഡ് പ്രതിയായി കഴിഞ്ഞ ശേഷമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നത്. മറ്റു പ്രതികളുമൊക്കെ 3-4 വർഷം ഇത്തരത്തിൽ റിമാൻഡ് പ്രതികളായി ജയിലിൽ കഴിഞ്ഞവരാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ശിക്ഷ പ്രഖ്യാപിച്ച ശേഷം ജയിലിൽ കിടന്ന കാലാവധി കുറച്ചു കൊടുക്കാനുള്ള ഒരു സാധ്യതയുമൊക്കെ കാണുന്നുണ്ട്. അതുതന്നെ രാവിലെ ഈ അതിജീവിതയുടെ അഭിഭാഷകയും പ്രോസിക്യൂട്ടറും നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഒരുപക്ഷെ ഈ 7 വർഷമൊക്കെ ജയിലിൽ കിടന്നവർക്ക് 20 വർഷം പിന്നീട് ശിക്ഷ വിധിക്കുകയാണെങ്കിൽ പിന്നീട് 12 വർഷം അവർ ശിക്ഷ അനുഭവിച്ചാൽ മതിയാവും. അപ്പോൾ പ്രതികൾക്ക് താരതമ്യേന കുറഞ്ഞ ശിക്ഷയായിരിക്കും ലഭിക്കുക, അല്ലെങ്കിൽ അവർക്ക് അക്കാലങ്ങൾ കുറച്ചുകൊണ്ടുള്ള ഒരു ശിക്ഷയായിരിക്കും, അവർ ജയിലിൽ കിടന്ന സമയം കുറച്ചുകൊണ്ടുള്ള ഒരു ശിക്ഷയായിരിക്കും ലഭിക്കുക എന്നൊരു സൂചനയാണ്. അത് സ്വാഭാവികമായും നിയമത്തിൽ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിലുള്ള ഒരു ചട്ടമാണ്. അവർ റിമാൻഡ് കാലയളവിൽ അവർ അനുഭവിച്ച ശിക്ഷ കുറച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. സിജോ, മറ്റൊരു കാര്യം അറിയാനുള്ളത്, അവിടെ പ്രതികളുടെ ബന്ധുക്കൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം പൾസർ സുനിക്ക് അമ്മ മാത്രമാണുള്ളത്. അമ്മ നേരത്തെയൊക്കെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ അവശയാണ് എന്നാണ് സുനി തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അല്ല, മറിച്ച് വേറെ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? മറ്റു പ്രതികളുടെ ബന്ധുക്കളോ മറ്റോ എത്തിയിട്ടുണ്ടോ? അങ്ങനെ ആരും ഇവിടെ ഇതുവരെ എത്തിയതായി നമ്മുടെ ശ്രദ്ധയിൽ നിലവിൽ പെട്ടിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിധി അതെന്ത് തന്നെ ആയാലും അത് അറിയാനുള്ളൊരു ആകാംക്ഷ ഈ പൊതുസമൂഹത്തോടൊപ്പം തന്നെ ഇവരുടെ ബന്ധുക്കൾക്കും ഉണ്ട് എന്നുള്ളതാണ്. പ്രതിഭാഗം അഭിഭാഷകരെല്ലാം തന്നെ പ്രധാനമായും പറഞ്ഞൊരു കാര്യം, ഇവർ ശിക്ഷാവിധിയിൽ ഇളവ് നൽകണം, അല്ലെങ്കിൽ ശിക്ഷ പരമാവധി കുറഞ്ഞ ശിക്ഷകൾ നൽകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേരത്തെ നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരമാവധി ശിക്ഷ, അതായത് 20 വർഷം വരെ തടവും ഒപ്പം തന്നെ ജീവപര്യന്തവും ഉൾപ്പെടെ
ലഭിക്കാവുന്ന ശിക്ഷകളാണ് നിലവിൽ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വന്നാൽ പോലും ഇവർ റിമാൻഡിൽ കഴിഞ്ഞിരിക്കുന്ന ആ ശിക്ഷാ കാലാവധി അത് കുറച്ച് കഴിയുമ്പോൾ പോലും ശിക്ഷയുടെ കാഠിന്യം കുറയാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. മറ്റൊരു കാര്യം, ഈ പൾസർ സുനിയാണ് മുഖ്യ സൂത്രധാരൻ, മുഖ്യപ്രതി എന്ന് പറഞ്ഞു വെക്കുമ്പോഴും കൂട്ടുപ്രതികൾക്ക് ശിക്ഷാവിധിയിൽ ഇളവ് ലഭിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുകളും ഇവരുടെ അഭിഭാഷകർക്ക് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു ഘട്ടത്തിൽ ജഡ്ജി അത് പരിഗണിക്കാമെന്ന് തന്നെ പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രണ്ട് കാര്യങ്ങൾ, ഈ പ്രധാനമായും പൊതുസമൂഹം ഉറ്റുനോക്കുന്ന കാര്യങ്ങൾ, അത് അറിയാനുള്ള ഒരു ആകാംക്ഷ, അത് വിധിപ്പകർപ്പ് കൂടി ലഭിച്ചാൽ മാത്രമാണ് ആ കാര്യത്തിൽ അറിയാവൂ. ഒന്ന്, എന്തുകൊണ്ടാണ് ഈ ദിലീപ് ഈ കേസിൽ നിന്ന് ഒഴിവായത്, അതായത് ദിലീപ് ഉൾപ്പെടെ 4 പേർ ഈ കേസിൽ നിന്ന് എങ്ങനെ ഒഴിവായി, ഗൂഢാലോചന കുറ്റം, ഈ പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന എങ്ങനെ ഇല്ലാണ്ടായി, അല്ലെ അത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകുന്നത് ഈ വിധിപ്പകർപ്പ് ലഭിച്ച ശേഷമായിരിക്കും. അതിൽ വ്യക്തമായും കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. കേസ് ഉണ്ടായ തുടങ്ങിയ കാലം മുതൽ ഈ കാലയളവ് വരെ പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പൊതുസമൂഹത്തിൽ നടത്തിയിട്ടുണ്ട്. ശരി സിജോ, ഞാനിപ്പോൾ ഒരു ഇടവേളയിലേക്ക് കൂടി പോവുകയാണ്. കാരണം നമുക്ക് 3:30 ശിക്ഷാവിധി വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിൽ തന്നെ നമുക്ക് തുടരേണ്ടി വരും.